ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐറ്റൽ S23 പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ വെറും 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐറ്റൽ S23 പ്ലസ് എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ളത്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വേണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 21,000-22,000 രൂപയൊക്കെ ചിലവാക്കണം. ഈ ഒരു ഫോൺ നമുക്ക് 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷനും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ 256 GB ഇൻറ്റേർണലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യം. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പല ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഏകദേശം 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60% റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. എന്നാലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നില്ല. പിന്നെ ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ തന്നെ പറയാവുന്നതാണ്, എസ്പെഷ്യലി കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള കാര്യം. പിന്നെ തിക്നെസ് വരുന്നത് 7.9 mm ആണ്. ഈ ഫോണിൻ്റെ എലമെന്റൽ ബ്ലൂ അതുപോലെ തന്നെ ലേക്ക് സിയാൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരുന്നില്ല. മോണോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുള്ളൂ. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നാൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. Android 13 ബേസ് ആയിട്ടുള്ള Itel OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് ഒരു AI ലെൻസ് കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഈ ഫോണിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നില്ല. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. unisoc T616 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പല കോംപ്രമൈസുകളും അവർ വരുത്തേണ്ടി വരും. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യമാണ്. അപ്പം അത്ര മികച്ചൊരു പ്രോസസ്സറൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ളതാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില വരുന്നത് 13,999 രൂപയാണ്. ഒക്ടോബർ 6 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Itel S23 പ്ലസ് എന്ന ഫോണിൽ അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഫീച്ചേഴ്സൊന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് എന്ന് പറയാനൊന്നും പറ്റില്ല. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി നന്നായി. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വേണ്ടിയിരുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇതേ ഓപ്ഷൻ ഉള്ളൂ. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോണാണ്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ നോക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.